വയനാട്ടിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൽ പ്രധാനമന്ത്രി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷീജ ചേരുന്നു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളൊരാവശ്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും അതിന് മുന്നോടിയായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു 9 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ഇതിന്റെ തലവൻ ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദമാക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 9 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 225 മരണമാണ് ഏതായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 195 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ആരുടേതാണ് എന്നുള്ളത് കണ്ടെത്താൻ സ്ഥിരീകരിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങളുടേതടക്കമുള്ളവയിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് DNA പരിശോധിക്കുവാനായി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ബൈറ്റ്. നിലവിലേതായാലും ക്യാമ്പുകളിൽ കഴിയുന്നവർ അവർക്ക് താൽക്കാലിക താമസം ഒരുക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 91ഓളം സർക്കാർ ക്വാർട്ടേഴ്സുകൾ അടക്കം സജ്ജമാക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ചും 7 ടണ്ണോളം ഉപയോഗിച്ച വസ്ത്രങ്ങൾ വരെ എത്തുന്നൊരു സാഹചര്യമുണ്ടായി. വയനാട് കളക്ടറേറ്റിൽ ഇത് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ, ഇത് ഈ ഉപയോഗിച്ച വസ്ത്രങ്ങൾ സംസ്കരിക്കേണ്ട ഒരവസ്ഥ. ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വീണ്ടും ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് ഒരു തരത്തിലുള്ള ശേഖരണവും സംസ്ഥാന വ്യാപകമായി നടത്താൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ഇതിന് ബദലായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാവുന്നതാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിലുള്ള സംഭാവനകൾ എത്തുന്നുണ്ട്. വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭാവനകൾ മാത്രം നൽകിയാൽ മതി, മറ്റൊരു തരത്തിലുള്ള ശേഖരണവും നടത്തേണ്ടതില്ല എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.